മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ജോൺ ഡി റോക്ക്ഫെല്ലർ അമേരിക്കൻ എണ്ണ വിപണിയെ നിയന്ത്രിച്ച് ഈ ശതകോടീശ്വരനെ അറിയാത്തവർ വിരളമായിരിക്കും. തൻ്റെ സമ്പത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഉന്നതിയിൽ വിഹരിക്കുന്ന നാളുകളിൽ ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു മനുഷ്യന് എത്രത്തോളം ധനം ആവശ്യമാണ്? വളരെ കൗതുകമുള്ള ഒരു മറുപടിയാണ് റോക്ക്ഫെല്ലർ അതിന് നൽകിയത്. അതിപ്രകാരമായിരുന്നു: ഇനിയും അല്പം കൂടി. കേവലം ഒരു മറുപടി എന്നതിനപ്പുറം മനുഷ്യൻ്റെ ധനത്തോടും സുഖഭോഗങ്ങളോടുമുള്ള അടങ്ങാത്ത മോഹത്തെയും അഭിലാഷത്തെയും വിവരിക്കുന്നതാണ് റോക്ക്ഫെല്ലറുടെ ഈ വാക്കുകൾ. പക്ഷേ നാം ഇന്ന് വിചിന്തനത്തിന് വിഷയമാക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെ വാക്യങ്ങളിൽ ഈശോയുടെ മലയിലെ പ്രസംഗത്തിൽ നാം കാണുന്നത് മാനുഷിക ചോദനങ്ങളെ ഇല്ലാതാക്കുന്ന ദൈവിക മൂല്യങ്ങളെയാണ്. സ്വർഗത്തിലെ നിക്ഷേപങ്ങളെയും അതിൻ്റെ യജമാനെയും തേടാൻ പ്രാപ്തമാക്കുന്ന ഒരു പ്രകാശിക്കുന്ന കണ്ണ് നമുക്ക് ഓരോരുത്തർക്കും വേണമെന്ന് ഈശോ ഇവിടെ ഉത്ബോധിപ്പിക്കുന്നു. വളരെ ചുരുങ്ങിയ 6 വാക്യങ്ങളിൽ 3 തലക്കെട്ടുകളായി ഇന്നത്തെ തിരുവചനം വലിയ ഉൾക്കാഴ്ചയാണ് ഓരോ വ്യക്തിക്കും പകർന്നു നൽകുന്നത്. ഒന്നാമതായി, യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിലാണെന്ന സത്യം ഈശോ ഇവിടെ ഉയർത്തിക്കാട്ടുന്നത് ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ മധ്യം നിന്നുകൊണ്ടാണ്. ആദിമ നൂറ്റാണ്ടിലെ പാലസ്തീനിയൻ ജനത, പ്രത്യേകിച്ച് യഹൂദർ, ധനം ദൈവത്തിൻ്റെ അനുഗ്രഹമായി കണ്ടിരുന്നു. വിലയേറിയ വസ്ത്രങ്ങളും ഭൂമിയും ആഭരണങ്ങളും ഒക്കെയായിരുന്നു സമ്പത്തിൻ്റെ ബാഹ്യരൂപങ്ങൾ. എന്നാൽ ഈ സമ്പത്ത് സ്വന്തമാക്കാൻ അമിതമായ നികുതി, ചൂഷണം തുടങ്ങിയ മാർഗങ്ങളെ കൂട്ടുപിടിച്ച് അവരോട് ഭൗമിക സമ്പത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് കർത്താവ് വ്യക്തമാക്കി കൊടുക്കുന്നു. പലപ്പോഴും ഹൃദയസമ്പത്തിനെ തേടുമ്പോൾ ദൈവം പുറന്തള്ളപ്പെടുന്നു. സഭാപിതാവ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഈ വചനഭാഗത്ത് ഇപ്രകാരം ഭംഗിയായി സംഗ്രഹിക്കുന്നുണ്ട്: സമ്പത്തിൻ്റെ സമ്പാദനമല്ല, മറിച്ച് സമ്പത്തിൻ്റെ അടിമയായി തീരുന്നതിനെയാണ് ഈശോ വിലക്കിയത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ നശ്വരവസ്തുക്കളിൽ ഒട്ടിച്ചേരാറുണ്ട്. അത് സമ്പത്താകാം, വ്യക്തികളാകാം, നേട്ടങ്ങളാകാം. പക്ഷേ അനശ്വരനായ ദൈവത്തിൽ ഹൃദയങ്ങളെ ചേർക്കുമ്പോഴാണ് കർത്താവ് പ്രഖ്യാപിച്ച ദൈവരാജ്യത്തിൽ നാം അംഗങ്ങളായി തീരുക. രണ്ടാമത്തെ ചിന്ത, വീണ്ടും 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന പ്രമേയത്തിൽ കണ്ണിനെ അതിൻ്റെ ഇന്ദ്രിയ വിശദാംശങ്ങളിൽ നിന്ന് വേർപ്പെടുത്തി മറ്റൊരു അർത്ഥതലം പകർന്നു നൽകുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. ജൂത് മതചിന്തയിൽ കണ്ണ് കേവലം കാഴ്ചയിൽ നിന്ന് വിട്ടുമാറി ഒരു വ്യക്തിയുടെ വീക്ഷണം, ഉദാരത, ധാർമ്മികത എന്നീ മൂല്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നരുളി ചെയ്ത മിശിഹായിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോഴാണ് നമ്മുടെ ജീവിതവും പ്രവൃത്തിയും പ്രകാശപൂരിതമാകുക എന്നത് ഇവിടെ വ്യക്തമാക്കുന്നു. ലോകത്തിൻ്റെ മോഹങ്ങളിൽ ആണ്ടുപോയ കണ്ണുകളെ മിശിഹായിലേക്ക് തിരിക്കാൻ, കുറ്റമറ്റ ജീവൻ നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. 2 വള്ളങ്ങളിൽ കാലുകൾ ഉറപ്പിക്കാൻ പാടുപെടുന്ന മനുഷ്യരെ നിത്യജീവിതത്തിൽ നാം ഒരുപാട് കാണാറുണ്ട്. ഭക്തിയുടെ പുറമോടി അണിഞ്ഞുകൊണ്ട് അധാർമിക പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ, കപടസ്നേഹം പ്രകടിപ്പിക്കുന്നവർ തുടങ്ങിയ ആ പട്ടിക നീണ്ടുകിടക്കുന്നു. പലപ്പോഴും രാഷ്ട്രീയക്കാരും മതാധികാരികളും വിമർശിക്കുന്ന നമ്മോട് ഇന്നത്തെ സുവിശേഷം നമ്മിലേക്ക് തന്നെയുള്ള ഒരു എത്തിനോട്ടത്തിന് ആഹ്വാനം ചെയ്യുന്നു. അടിമയ്ക്ക് ഒരു യജമാനെ മാത്രമേ സേവിക്കാൻ സാധിക്കൂ എന്ന വ്യക്തമായ സന്ദേശത്തിലൂടെ നന്മ തിന്മകളുടെ വൃക്ഷത്തെയും ജീവന്റെയും മരണത്തിൻ്റെയും അതിർവരമ്പുകളെ കർത്താവ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. വിഭജിക്കപ്പെടാത്ത ഹൃദയത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന യഥാർത്ഥ ശിഷ്യത്വത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ശുദ്ധമായ ഹൃദയം, ഉദാരമായ കണ്ണുകൾ, ദൈവത്തോടുള്ള പൂർണ്ണമായ ഭക്തി, ഈ 3 മൂല്യങ്ങളെയും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പരിശ്രമിക്കാം. ഭൗതിക വസ്തുക്കൾക്ക് താൽക്കാലിക സന്തോഷത്തിനപ്പുറം ഒന്നും നൽകാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് സ്വന്തമാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതങ്ങളെ പുനർക്രമീകരിക്കാൻ മാഞ്ഞു പോകുന്ന ലോകവസ്തുക്കളിൽ മനസ്സുറപ്പിക്കാതെ ദൈവത്തിൻ്റെ പ്രീതി തേടുന്ന സ്വർഗീയ നിക്ഷേപങ്ങൾ കൂട്ടിവയ്ക്കാൻ പരിശ്രമിക്കാം. ധനത്തിൻ്റെയോ അടിമയാകാതെ അങ്ങേ മാത്രം ഞങ്ങളുടെ ഏക യജമാനായി സ്വീകരിക്കുവാനും അവിടുത്തെ വെളിച്ചത്തിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ആമീൻ.